ഈ ഭൗതികമായ ജീവിതത്തിൽ കുടുംബത്തിന് നമ്മൾ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ്. കുടുംബബന്ധം ചേർക്കൽ അനിവാര്യമാണ്. കുടുംബബന്ധം ചേർക്കൽ വലിയ ഇബാദത്താണ്. കുടുംബബന്ധം മുറിക്കുന്നവർക്ക് ഒരു കാരുണ്യവും ലഭിക്കൂല, ഒരു നന്മയും ലഭിക്കൂല. അവൻ വലിയ പരാജയത്തിലാണ്. കുടുംബങ്ങളെന്നും കൂടെ ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളെല്ലാവരും. കൂട്ടുകുടുംബങ്ങൾ എപ്പോഴും അടുത്തടുത്ത് വേണം, ഒരുമിച്ചുണ്ടാകണം, എന്നും സന്തോഷിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ. ജ്യേഷ്ഠാനുജന്മാര്, പെങ്ങന്മാര്, ആങ്ങളമാര്, ഭാര്യ ഭർത്താക്കന്മാര്, മക്കൾ, ഉമ്മ വാപ്പമാര്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുടുംബങ്ങൾ ഒരുമിച്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. സ്വർഗത്തിൽ സ്വർഗത്തിൽ കുടുംബസംഗമമുണ്ട്. പക്ഷെ ആ കുടുംബസംഗമത്തിൽ നമുക്ക് എത്തണമെങ്കിൽ ദുനിയാവിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ ചില കുടുംബസംഗമം എന്ന പേരിൽ, ഫാമിലി മീറ്റ് എന്ന പേരിൽ പല തോന്നിവാസങ്ങളും നടക്കുന്നുണ്ട്. കുടുംബത്തിൽ തന്നെ എല്ലാവർക്കും കാണാൻ പറ്റൂല, എല്ലാവർക്കും പരസ്പരം മുഖം നോക്കി സംസാരിക്കാൻ പറ്റൂല, കൈപിടിക്കാൻ പറ്റൂല. ഇന്നിപ്പോൾ പല ഫാമിലി മീറ്റുകളും അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഫാമിലി മീറ്റ് എന്ന പേരിൽ കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ചുകൂടി കാണാനും തൊടാനും പറ്റുന്നവരും പറ്റാത്തവരുമൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അതാ പല കളികളും സംഘടിപ്പിക്കുന്നു, തോന്നിവാസം നടക്കുന്നു. അത്തരം കുടുംബ സംഗമങ്ങളെ കൊണ്ട് ആഖിറത്തിൽ ഉപകരിക്കൂലെന്ന് മാത്രമല്ല, അത് വലിയ അപകടമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വർഗത്തിൽ കുടുംബ സംഗമം വേണോ? അവിടെ കുടുംബവുമായി കൂട്ടുജീവിതം വേണോ? അവിടെ കുടുംബ സംഗമത്തിൽ, ഫാമിലി മീറ്റിൽ ഒരുമിച്ച് കൂടണോ? ഇവിടെ അല്ലാഹു തആല പൊരുത്തപ്പെട്ട രൂപത്തിലുള്ള ഒരുമിച്ച് കൂടലല്ലാതെ അനാവശ്യമായ ഒരു മീറ്റും പറ്റൂല. ഇപ്പോൾ പല സ്ഥലങ്ങളിലും കുടുംബസംഗമം നടക്കാറുണ്ട്. ഞാൻ അതിനെതിരല്ല. പല കുടുംബസംഗമങ്ങളിലും എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട്. അവിടെ ഞാൻ ഈ വിഷയം തുറന്ന് പറഞ്ഞിട്ടും ഉണ്ട്. കുടുംബസംഗമത്തിന്റെ പേരിൽ കാണാൻ പറ്റാത്തവര് കാണാൻ പറ്റൂല, കൈപിടിക്കാൻ പറ്റാത്തവര് കൈപിടിക്കാൻ പറ്റൂല, കാണുന്നവരൊക്കെ പോയി മുസാഫഹത്ത് ചെയ്യുന്ന ഏർപ്പാട് പറ്റൂല, കാണുന്നവരൊക്കെ പോയി കെട്ടിപ്പിടിക്കുന്ന ഏർപ്പാട് പറ്റൂല. അങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഏർപ്പാട് കാണാനും തൊടാനും പറ്റാത്തവര് തമ്മിൽ പറ്റൂല. പരിശുദ്ധ ഇസ്ലാമിൽ എല്ലാറ്റിനും നിയമമുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ കുടുംബസംഗമങ്ങൾ. എവിടെ കുടുംബസംഗമം നടത്തുന്നവരുണ്ടെങ്കിലും ഈ വിഷയം നന്നായി ശ്രദ്ധിച്ചോളണം. അല്ലാതെ നമ്മൾ കുടുംബസംഗമം നടത്തി ഞാനെന്തോ വലിയ അമലുകൾ ചെയ്തു, നമ്മളെന്തോ വലിയ കാര്യം ചെയ്തു എന്ന് ചിന്തിക്കരുത്. അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്കാണെങ്കിൽ അതിലൊരു പ്രയോജനവും ഇല്ല.